വിഡോസ് ബേ എന്ന ദ്വീപിൻ്റെ ശാപചരിത്രം നമ്മൾ കണ്ടു. കഴിഞ്ഞ അധ്യായത്തിലൂടെ 1702 കാലഘട്ടത്തിലേക്ക് പോയി സാറ എന്ന സ്ത്രീയുടെ കാഴ്ചപ്പാടിലൂടെ നമ്മൾ റിച്ചാർഡ് വാറൻ എന്ന ഫൗണ്ടറെക്കുറിച്ചും അയാൾ ദ്വീപിനു വേണ്ടി പൈശാചികമായ ഒരു എൻറ്റിറ്റിയുമായി നടത്തിയ കരാറിനെക്കുറിച്ചും നമ്മൾ അറിഞ്ഞു. ഒടുക്കം ഗ്രാമീണർ റിച്ചാർഡിനെ പിടികൂടി ജീവനോടെ കുഴിച്ചു മൂടുകയും ചെയ്തു. എന്നാൽ അപ്പോഴെല്ലാം അയാൾ അല്ലറി പറഞ്ഞുകൊണ്ടിരുന്നത് തനിക്ക് മരണമില്ലെന്നും തൻ്റെ പിള്ളേരെ അപകടത്തിലേക്ക് ചാടിക്കരുതെന്നുമായിരുന്നു. അങ്ങനെ ആ നൂറ്റാണ്ടിൽ നിന്നും നമ്മൾ ഇപ്പോഴത്തെ കാലത്തേക്ക് എത്തി. ഇതേ കുഴിമാടം വിക്കും സംഘവും ചേർന്ന് കുഴിച്ചെടുത്തു. എന്തിനാണെന്നറിയാലോ? മ്യൂസിയത്തിലെ ജെറിയുടെ റിസർച്ച് കണ്ടുപിടുത്തങ്ങൾ വെച്ചിട്ട് അയാളുടെ കഴുത്തിൽ കിടക്കുന്ന ഒരു പെൻഡന്റ് മാല, അതാണ് ദ്വീപിനുമുള്ള ശാപത്തിൻ്റെ ഏക പോംവഴി. അതന്ന് പുരോഹിതൻ അഴിച്ചു മാറ്റിയത് വഴി പല കാലങ്ങളിലായി കൈമാറി വന്ന് മ്യൂസിയത്തിലേക്ക് എത്തി. അവിടെ ഒരു പുരാവസ്തുവായിരിക്കുന്ന ഈ ഒരു പെൻഡന്റ് എന്ത് ചെയ്യണമെന്നാണ് ഇനി അവരിട്ട് നോക്കുന്നത്. കാരണം ഓൾറെഡി വിക്കത് തുറക്കാൻ ശ്രമിച്ചപ്പോൾ അയാളുടെ കൈക്ക് ഗുരുതര പരിക്കേറ്റു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെന്ത് സംഭവിച്ചു? ആ രാത്രി കടന്നുപോയി. പിന്നൊരു കാര്യം, ഈ രാത്രി നടന്ന മറ്റൊരു സംഭവം നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. മഷ്റൂം കഴിച്ച് ദിവസം മൊത്തവും കിറിഞ്ചി നടന്ന് കക്കൂസിൽ പോയി പ്രാർത്ഥിച്ചിരിക്കെ ഒരു പഴയകാല ഓർമ്മ ദർശനമായി വന്നു നമ്മുടെ മേയറായ ടോം ലോഫ്റ്റിസിന്. അതിനു പിന്നാലെ എന്തോ ഒരു പൈശാചിക സാന്നിധ്യവും അയാൾക്ക് അനുഭവപ്പെട്ടു. അതിനുശേഷം ലഹരിയുടെ പിടുത്തത്തിൽ ബാത്റൂമിൽ തന്നെ കിടന്ന് മയങ്ങിപ്പോയ ലോഫ്റ്റിസ് മെല്ലെ എഴുന്നേറ്റ് റിംഗ് ചെയ്യുന്ന പട്രീഷ്യയുടെ ഫോൺ എടുക്കുമ്പോൾ അറിയുന്നൊരു കാര്യമുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറായി അയാൾ ഈ ലഹരിയുടെ ആഘാതത്തിൽ പൂർണ്ണമായും ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു. ഇപ്പോഴാണ് അവൾ വിളിച്ചിട്ട് ഫോൺ എടുത്തതെന്ന് പോലും പറയുന്നു. വീട്ടിൽ മകൻ ഇവാൻ ഉണ്ടെങ്കിലും കഴിഞ്ഞ രാത്രിയിലെ വഴക്കിൽ അവർ പിണങ്ങിയത് കൊണ്ട് തന്നെ ടോമിൻ്റെ കാര്യം അവൻ നോക്കാനേ പോയില്ല. അതുകൊണ്ട് അവനും ഇതറിഞ്ഞില്ല. എത്രയും പെട്ടെന്ന് മ്യൂസിയത്തിലേക്ക് എത്താനാണ് പട്രീഷ്യ വിളിക്കുന്നത്. ഫോൺ കോൾ ലഭിച്ച ഉടൻ തന്നെ ടോം ആ മ്യൂസിയം കെട്ടിടത്തിലേക്ക് ഓടിയെത്തുന്നു. യഥാർത്ഥത്തിൽ ഈ മ്യൂസിയം കെട്ടിടം മറ്റൊന്നുമല്ല, 1702 റിച്ചാർഡ് ജീവിച്ചിരുന്ന അയാളുടെ സ്വന്തം വീടായിരുന്നു അത്. അവിടെ എത്തുമ്പോൾ പട്രീഷ്യ കടുത്ത മാനസിക വിഷമത്തിലും ഭയത്തിലും നിൽക്കുന്നതാണ് ടോം കാണുന്നത്. കാരണം അവളിപ്പോൾ ആ റിച്ചാർഡ് വാണ്ട കല്ലറ കാലങ്ങൾക്ക് ശേഷം മാന്തി ആ ഷോപ്പെട്ടിയെടുത്ത് അതിനുള്ളിലേക്ക് കൊണ്ടുവച്ചിരിക്കുകയാണ്. പട്രീഷ്യ ആ ദ്വീപിനെക്കുറിച്ചും സാറയെക്കുറിച്ചും റിച്ചാർഡിൻ്റെ പഴയ ചരിത്രത്തെക്കുറിച്ചും പ്ലേഗ് ബാധയെക്കുറിച്ചും അങ്ങനെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അറിഞ്ഞതും ജെറി പറഞ്ഞതുമായ ഭീതിതമായ നിഗൂഢതകളെക്കുറിച്ച് ഇതുവരെ കണ്ടെത്തിയ എല്ലാ വിവരങ്ങളും ടോമുമായി പങ്കുവയ്ക്കുന്നു. ഏറ്റവും വലിയൊരു ഞെട്ടൽ, റിച്ചാർഡിൻ്റെ ശരീരം ഇപ്പോൾ ഷോപ്പെട്ടിയിലില്ല. കാരണം അയാൾ മുകളിലത്തെ മുറിയിലാണ്. എന്ന് വെച്ചാൽ അതെ, റിച്ചാർഡ് ഇപ്പോഴും ജീവനോടെ ഉണ്ട്. 300 വർഷങ്ങൾക്ക് മുമ്പ് അയാൾ ഉറങ്ങാൻ കിടന്ന സ്വന്തം കിടപ്പുറയിൽ തന്നെയാണ് ഇപ്പോൾ പുള്ളി ഇരിക്കുന്നത്. അപ്പോൾ അത് സത്യമാണ്, റിച്ചാർഡിന് മരണമില്ല, അയാൾ ഇമ്മോർട്ടലാണ്. പട്രീഷ്യ ടോമിനോട് പറയുന്നു. റിച്ചാർഡ് പുറത്തെടുക്കപ്പെട്ടതിന് ശേഷം അവളോട് സംസാരിക്കാൻ തയ്യാറായിട്ടില്ലെന്നും ചെറിയ കുറിപ്പുകളിലൂടെ മാത്രമാണ് അവൾക്ക് റിച്ചാർഡുമായി ആശയവിനിമയം നടത്താൻ കഴിഞ്ഞതെന്നും മാത്രമല്ല റിച്ചാർഡ് ദ്വീപിൻ്റെ ഇപ്പോഴത്തെ ലോർഡ് പ്രൊട്ടക്ടർ, അതായത് ഇപ്പോഴത്തെ മേധാവിയോട് മാത്രമേ പരസ്യമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നുള്ളൂ എന്നും അവൾ വ്യക്തമാക്കുന്നു. അതാരാ? നമ്മുടെ ടോം ലോഫ്റ്റിസും. റിച്ചാർഡ് പണ്ട് വഹിച്ചിരുന്ന അതേ പദവിയാണ് ഇപ്പോൾ ടോമിനുള്ളത്. ഈ സമയത്ത് വിക്ക് ഒരു തുണിയിൽ പൊതിഞ്ഞ ആ നിഗൂഢമായ പെൻഡന്റ് ടോമിന് നേരെ നീട്ടുന്നുണ്ട്. പറഞ്ഞില്ലേ, ആ പെൻഡന്റ് മ്യൂസിയത്തിൽ തന്നെ സൂക്ഷിച്ചിരുന്നതാണ്. അതെങ്ങനെയാണ് തുറക്കേണ്ടതെന്നതിൻ്റെ രഹസ്യം റിച്ചാർഡിൽ നിന്നും ചോദിച്ചറിയാൻ അവൾ ടോമിനോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ചെയ്താൽ ആ പെൻഡന്റിനുള്ള ശക്തിയെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ ദ്വീപിൻ്റെ ശാപം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ അതിനെ ഉപയോഗിക്കാനോ കഴിയുമെന്നാണ് അവരുടെ വിശ്വാസം. ടോം ആ പെൻഡന്റിലേക്ക് കൈ നീട്ടുമ്പോൾ തന്നെ വിക്കും പട്രീഷ്യയും ചേർന്ന് പെട്ടെന്ന് തടയുന്നു. കാരണം വിക്ക് നേരത്തെ സ്വന്തം കൈ കൊണ്ട് തൊടാൻ ശ്രമിച്ചപ്പോൾ അയാളുടെ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റതല്ലേ. വിക്ക് അവിടെയുള്ള പാസ്റ്റർ കോളിൻസിൻ്റെ ഒരു പഴയ പെയിന്റിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അതിൽ കോളിൻസ് ധരിച്ചിരിക്കുന്ന പെൻഡന്റെ ചിത്രം ചുറ്റും വട്ടം വരയ്ക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാസ്റ്റർ കോളിൻസ് ആയിരിക്കാം ആ പെൻഡന്റ് അവസാനമായി കൈവശം വെച്ചിരുന്ന വ്യക്തിയെന്നാണ്. കോളിൻസിൻ്റെ മരണശേഷം ആരോ അത് കണ്ടെത്തുകയും പിൽക്കാലത്ത് ഈ മ്യൂസിയത്തിലേക്ക് സംഭാവനയെ നൽകുകയും ചെയ്തതാകാം. കാര്യങ്ങൾ എന്തു തന്നെ ആയാലും ആ പെൻഡന്റ് ഇപ്പോൾ അവിടെ മുന്നിലുണ്ട്. ഷോപ്പെട്ടിയിൽ നിന്നും പുറത്തു വന്ന റിച്ചാർഡിനെ കൊണ്ട് അത് തുറപ്പിക്കുക എന്ന വലിയ ദൗത്യമാണ് ഇപ്പോൾ ടോമിന് മുന്നിലുള്ളത്. എന്നാൽ അങ്ങനെ പേടിച്ച് ഉറച്ച് കയറിയിരുന്ന് തുണ്ടൊക്കെ എഴുതി കൊടുക്കുമ്പോൾ റിച്ചാർഡിന് സംസാരിക്കാൻ കഴിയില്ലെന്ന പട്രീഷ്യയുടെ അനുമാനം തെറ്റിച്ചുകൊണ്ട് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഈ നഗരത്തിൻ്റെ മേയറാണെന്ന് മനസ്സിലാക്കിയ തൊട്ടടുത്ത നിമിഷം റിച്ചാർഡ് സംസാരിക്കാൻ തുടങ്ങുന്നു. ടോം അയാളോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇത്രയും കാലം അയാൾ എങ്ങനെയാണ് ജീവനോടെ ഇരുന്നതെന്നാണ്. ഈ സമയം റിച്ചാർഡ് തനിക്ക് അമരത്വം നൽകിയ ആദർശ്യ ശക്തിയെ പിശാജ് എന്നാണ് വിളിക്കുന്നത്, ദ ഡെവിൾ. കാരണം ഇത്രയും നൂറ്റാണ്ടുകൾ നീണ്ട ഏകാന്ത തടവിന് ശേഷം അമരത്വം എന്നത് ഒരനുഗ്രഹമല്ല, മറിച്ച് അതൊരു ശാപമാണ്, ഒരു ഈവിൾ പവറാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞിരുന്നു. സാറയും ഗ്രാമീണനും ചേർന്ന് തന്നോട് ചെയ്ത വലിയ വഞ്ചന ഇപ്പോഴും കൃത്യമായി ഓർക്കുന്നുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ 300 വർഷമായി ആ ഇരുട്ട് ഷോപ്പെട്ടിയിൽ കിടന്ന് അയാൾ ചിന്തിച്ച ഒരേ ഒരു കാര്യം ആ പ്രതികാരത്തെക്കുറിച്ച് മാത്രമായിരുന്നിരിക്കാം. ഒപ്പം തീർച്ചയായും കുട്ടികളെക്കുറിച്ചും. ആ പെൻഡന്റ് തുറക്കാൻ താൻ തയ്യാറാണെന്ന് റിച്ചാർഡ് സമ്മതിക്കുന്നു.
പക്ഷെ അതിനു മുമ്പായി തൻ്റെ കൈകളിൽ കെട്ടിയിരിക്കുന്ന കയർ അഴിച്ചു മാറ്റണമെന്നാണ് അയാൾ ടോമിനോട് ആവശ്യപ്പെടുന്നതെങ്കിലും ഒരു ശവപ്പെട്ടിയിൽ നിന്നും 300 വർഷങ്ങൾക്ക് ശേഷം ജീവനോടെ പുറത്തു വന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിൽ നിൽക്കുന്ന ടോമിന് കടുത്ത ഭയമുണ്ടായിരുന്നു. എങ്കിലും അയാൾ ധൈര്യം സംഭരിച്ച് റിച്ചാർഡിൻ്റെ കെട്ടുകൾ അഴിച്ചു മാറ്റുന്നു. കെട്ടുകൾ അഴിഞ്ഞ ഉടൻ തന്നെ റിച്ചാർഡ് പെൻഡൻ കയ്യിലെടുത്തിട്ട് യാതൊരുവിധ കുഴപ്പവുമില്ലാതെ അത് വളരെ എളുപ്പത്തിൽ തുറക്കപ്പെടുന്നു. സോ ദാറ്റ് മീൻസ് ആ പെൻഡൻ യാതൊരു പരിക്കുമേൽക്കാതെ തുറക്കാൻ സാധിക്കുന്നത് റിച്ചാർഡിന് മാത്രമാണ്. അങ്ങനെ ആകാംക്ഷയോടെ നോക്കി നിൽക്കെ ആ ഒരു പെൻഡനുള്ളിൽ നിന്നും ഒരു രേഖ പുറത്തെടുക്കുന്നു. മറ്റൊന്നുമായിരുന്നില്ല, അത് റിച്ചാർഡ് പണ്ട് ആ പിശാച് എന്ന് പറയുന്ന ശക്തിയുമായി ഒപ്പുവെച്ച കരാറിൻ്റെ രേഖാമൂലമുള്ള പകർപ്പായിരുന്നു. ദ പാക്ട് വിത്ത് ദ ഡെവിൾ. റിച്ചാർഡ് തൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് ചില സുപ്രധാന വിവരങ്ങൾ വെളിപ്പെടുത്താൻ തുടങ്ങുന്നു. അയാൾ വെറുതെ ലഹരിക്ക് വേണ്ടി കൂണുകൾ തേടി നടന്നവനല്ലായിരുന്നു. തൻ്റെ ജനങ്ങളോടൊപ്പം ഈ ദ്വീപിലേക്ക് കുടിയേറിയതിനു ശേഷം അവിടെ കടുത്തൊരു ക്ഷാമം ഉണ്ടായി. ആ ക്ഷാമം എത്രത്തോളം ഭയങ്കരമായിരുന്നു എന്നാൽ വിശപ്പ് സഹിക്കാൻ വയ്യാതെ അവിടുത്തെ ജനങ്ങളിൽ ചിലർ മരിച്ച മനുഷ്യരുടെ ശവങ്ങൾ വരെ തിന്നാൻ തുടങ്ങി. ബാക്കിയുള്ളവർ മണ്ണു തിന്നുവരെ ജീവൻ നിലനിർത്താൻ ശ്രമിച്ചു. സാഹചര്യങ്ങൾ അങ്ങേയറ്റം വഷളായപ്പോൾ ഈ ദുരിതം കണ്ടു നിൽക്കാൻ കഴിയാതെ റിച്ചാർഡ് തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ആത്മഹത്യ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് അയാളെന്ന കാട്ടിലേക്ക് പോയത്. അവിടെ വെച്ചാണ് ആ നിഗൂഢമായ കൂണുകൾ കാണുന്നതും അത് കഴിക്കുന്നത്. ദൈവത്തോട് നന്ദി പറഞ്ഞാണ് അത് അന്നമായി കണ്ട അയാൾ ആർത്തിയോടെ കഴിച്ചത്. ആ കൂണുകൾ ഉള്ളിൽ ചെന്നതോടെ അയാളൊരു പിശാചിൻ്റെ അല്ലെങ്കിൽ ആ ദ്വീപിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാനിടയായി. കഴിഞ്ഞ എപ്പിസോഡിൽ റിച്ചാർഡ് ഈ ശബ്ദത്തെ ഒരു ദൈവത്തിൻ്റെ ശബ്ദം എന്നാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ 3 നൂറ്റാണ്ടുകൾ ശവപ്പെട്ടിയിൽ കിടന്ന് കഷ്ടപ്പെട്ടതിന് ശേഷം റിച്ചാർഡിന് കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടുണ്ട്. തൻ്റെ ജനങ്ങളെ ഇത്രമാത്രം ദ്രോഹിക്കുന്ന ഒരു ശക്തി ഒരിക്കലും ദൈവമാകില്ലെന്നും അതൊരു പിശാച് തന്നെയാണെന്നും അയാൾ ഉറപ്പിച്ച് പറയുന്നു. റിച്ചാർഡ് പറയുന്നതനുസരിച്ച് ആ സമയത്ത് ദ്വീപിലെ ജനങ്ങളെപ്പോലെ തന്നെ അദൃശ്യശക്തിയും വിശന്ന് വലയുകയായിരുന്നു. ആ ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നതിലൂടെ താൻ തൻ്റെ ജനങ്ങളെ രക്ഷിക്കുകയാണെന്ന് അയാൾ വിശ്വസിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ ആ ദ്വീപിൽ മനുഷ്യർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ പിശാചിന് ആവശ്യമായ ഇരയെ ഉറപ്പാക്കുക മാത്രമാണ് ആ ഉടമ്പടിയിലൂടെ സംഭവിച്ചത്. റിച്ചാർഡിൻ്റെ സ്വാർത്ഥമായ തീരുമാനം കാരണം വരും തലമുറകൾ മുഴുവൻ നരയിക്കുകയാണെന്ന് പറഞ്ഞ് ടോം അയാളെ കടുത്ത ഭാഷയിൽ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ അന്നത്തെ ആ പ്രത്യേക സാഹചര്യത്തിൽ ആരാണെങ്കിലും ഇതുതന്നെ ചെയ്യുള്ളൂ, തനിക്ക് മുന്നിൽ വേറെ വഴികളൊന്നുമില്ലായിരുന്നു എന്ന് പറഞ്ഞ് റിച്ചാർഡ് തൻ്റെ തീരുമാനത്തെ ന്യായീകരിക്കുന്നു. ഇതേസമയം ടോം മറ്റൊരു രഹസ്യം കൂടി വെളിപ്പെടുത്തുകയാണ്. ആ പിശാച് തന്നെയും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും എന്നാൽ അത് എന്താണ് പറഞ്ഞതെന്ന് തനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെന്നും അയാൾ പറയുകയാണ്. കഴിഞ്ഞ രാത്രി ടോം ഫീൽ ചെയ്ത ആ ഒരു മുരൾച്ചയെക്കുറിച്ചാണ് പറയുന്നത്. റിച്ചാർഡ് ടോമിനൊരു മുന്നറിയിപ്പ് നൽകുന്നു. ടോം ഇപ്പോൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന് ആ ശക്തിക്ക് അറിയാം. അയാളെ സ്വന്തമായി അടിമയാക്കാൻ വേണ്ടിയുള്ള ഒരു അവസരത്തിനായി കാത്തിരിക്കുകയാണ് ആ പിശാച്. തുടർന്ന് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് റിച്ചാർഡ് തൻ്റെ മക്കളുടെ പഴയ സ്ഥാനങ്ങൾ കാണണമെന്ന് ആവശ്യപ്പെടുന്നു. ടോം അയാളെ താഴത്തെ നിലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിലൂടെ തൻ്റെ പഴയ വീട് ഇപ്പോഴൊരു മ്യൂസിയമായി മാറിയത് കണ്ട് അത്ഭുതമാണ് റിച്ചാർഡിന്. കുട്ടികളുടെ കളിപ്പാട്ടവും മറ്റും കണ്ട് സങ്കടപ്പെട്ട ശേഷം അവിടെ വെച്ച് സാറയുടെ ഒരു പ്രതിമ കാണുന്ന റിച്ചാർഡ് കടുത്ത ദേഷ്യത്തോടെ ആ പ്രതിമയുടെ കണ്ണുകൾ കുത്തി പൊട്ടിക്കുകയാണ്. തൻ്റെ ജീവിതം തകർത്ത സാറയുള്ള ദേഷ്യം റിച്ചാർഡ് ആ പ്രതിമയോട് തീർക്കുന്നത് കാണുമ്പോൾ നമുക്ക് ചിരി വരുമെങ്കിലും തൊട്ടടുത്ത രംഗം അതിലും വിറ്റി. റിച്ചാർഡ് കരച്ചിലിൻ്റെ വക്കിൽ നിൽക്കുന്ന ആ ഒരു ഇമോഷണൽ മൊമെൻറ്റിൽ മുന്നിൽ കാണുന്നതാകട്ടെ ആളുടെ പേരിൽ മ്യൂസിയത്തിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ടീഷർട്ടുകളും മഗ്ഗുകളും അടങ്ങുന്ന കച്ചവട സാധനങ്ങളിലേക്ക്. 300 വർഷം ഒരു പെട്ടിയിൽ കിടന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ഉണർന്നു വന്ന് തൻ്റെ പേര് ബിസിനസ് നടക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അങ്ങനെ തൻ്റെ ദേഷ്യമെല്ലാം ഒന്ന് അടങ്ങിയ ശേഷം നമ്മുടെ റിച്ചാർഡ് ഒരു പ്രധാന കാര്യം വെളിപ്പെടുത്തുന്നു. വിഡോസ് ബേയിലെ ഈ ശാപം അവസാനിക്കണമെങ്കിൽ തൻ്റെ വംശത്തിൽപ്പെട്ട, അതായത് തൻ്റെ ചോരയിലുള്ള അവസാനത്തെ ആളും ഇല്ലാതാകണം. നിലവിൽ കുഞ്ഞുങ്ങളെല്ലാം അന്നേ സാറയുടെ കൂടെ കയറിപ്പോയി ശാപം കാരണം കടൽ കടക്കാൻ കഴിയാതെ മരിച്ചല്ലേ. അതുകൊണ്ട് ഇപ്പോൾ ലാസ്റ്റ് മാനായ താൻ മരിച്ചാൽ ഈ ശാപം എന്നേക്കുമായി അവസാനിക്കുമെന്ന് അയാൾ ഉറച്ചു വിശ്വസിക്കുന്നു. താൻ മരിക്കണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. റിച്ചാർഡിനെ ആ ദ്വീപിൻ്റെ അതിർത്തിക്ക് പുറത്തുള്ള കടലിലേക്ക് കൊണ്ടുപോകണം. ആ ദ്വീപിൻ്റെ പ്രവാഹശക്തിയുടെ പരിധിക്ക് പുറത്തു പോയി അങ്ങനെ തൻ്റെ ഈ അമരത്വം മാറി വയസ്സായി മരിക്കുമെന്നാണ് വിശ്വാസം. അങ്ങനെ ഇതേക്കുറിച്ച് സംസാരിക്കാൻ ടോമും വിക്കും കെട്ടിടത്തിന് പുറത്തേക്ക് വരുന്നു. ടോമിന് അന്ന് രാത്രി തന്നെ റിസ്ക് എടുത്ത് റിച്ചാർഡിനെ കടലിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടായിരുന്നു, എത്രയും പെട്ടെന്നല്ല ഒഴിയാനായിട്ട്. എന്നാൽ വിക്ക് വളരെ ഭയത്തോടെയാണ് കാര്യങ്ങൾ കണ്ടത്. അയാൾ സുരക്ഷിതമായി മാത്രം കളിക്കാൻ ആഗ്രഹിച്ചു. റിച്ചാർഡ് ഇങ്ങനെ പേടിപ്പെടുത്തുന്ന രീതിയിൽ പുറത്തു നിൽക്കാതെ വീണ്ടും ആ ശവപ്പെട്ടിയിലേക്ക് കയറാൻ തയ്യാറാണെങ്കിൽ മാത്രമേ താൻ ബോട്ട് കടലിലേക്ക് എടുക്കൂ എന്ന് വിക്ക് ശാഠ്യം പിടിച്ചു. ഇതിനിടയ്ക്കൊരു കാര്യം, നൂറ്റാണ്ടുകൾക്കിപ്പുറം കുഴിച്ചുമൂടപ്പെട്ട ഒരാളെ കാണിക്കുമ്പോൾ നല്ല വെളുത്ത് ഒരു പ്രത്യേക നിറത്തിലായി കാണിക്കുന്നതൊക്കെ കൺവിൻസിംഗ് ആണ് ആ മേക്കപ്പൊക്കെ. അങ്ങനെ വിക്കിൻ്റെ ആവശ്യം കൊടുക്കും റിച്ചാർഡിനെ കൊണ്ട് ലോഫ്റ്റിസ് സമ്മതിപ്പിക്കുന്നു. എങ്ങനെ? ബോട്ടിൽ കയറുന്നത് വരെ മാത്രം ആരും കാണാണ്ടിരിക്കാൻ പെട്ടിക്കുള്ളിലേക്ക് കയറി കിടക്കാൻ പറഞ്ഞിട്ട്. ഈ സമയത്താണ് അപ്രതീക്ഷിതമായി ഡെപ്യൂട്ടി ബെച്ചിർ മ്യൂസിയത്തിലേക്ക് വരുന്നത്. പെട്ടിയിൽ കിടന്ന റിച്ചാർഡ് ഉണർന്ന സമയത്ത് പെട്രീഷ്യ പേടിച്ച് നിലവിളിച്ച ശബ്ദം കേട്ട് ആരോ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ബെച്ചിർ അന്വേഷിക്കാൻ വന്നത്. ബെച്ചിറിൻ്റെ വരവ് അവരുടെ പദ്ധതികളെ ആകെ തകിടം മറിക്കുമെന്ന അവസ്ഥയിലെത്തി. എന്നാൽ പെട്ടെന്ന് തന്നെ പട്രീഷ്യ ഒരു ബുദ്ധി പ്രയോഗിച്ചു.
അവളിറങ്ങി ബഷീറിനെ കണ്ട് ചുമ്മാ വന്നാണെന്ന് പറഞ്ഞ് നടക്കുന്നതിന് തൊട്ടു പിന്നാലെ തിരിച്ചു വന്ന് ബഷീറിൻ്റെ കയ്യിൽ നിന്ന് താക്കോലെടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നിർത്തും പോവും. അങ്ങനെ ക്രാക്ക് പിടിച്ചുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കുകയും അങ്ങനെ തൻ്റെ പിറകെ വണ്ടിയിലേക്ക് കയറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ബഷീറിന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഈ ഒരു ചെറിയ സമയം തന്നെ ധാരാളമായിരുന്നു ടോമിനും ടീമിനും അവിടുന്ന് സ്കൂട്ടാകാൻ. എന്നാൽ ബഷീർ അവളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിടുന്നു. അവിടെ വെച്ച് ഈ ദ്വീപിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ അയാൾ പട്രീഷ്യയോട് ആവശ്യപ്പെടുന്നുണ്ട്. പട്രീഷ്യ താൻ ഇതുവരെ മനസ്സിലാക്കിയ എല്ലാ ഭയങ്കരമായ വിവരങ്ങളും വളരെ വിശദമായി തന്നെ ബഷീറിനോട് പറയുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ടതിന് ശേഷം ബഷീർ പറയുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തും. എനിക്ക് ഈ ദ്വീപിലെ പ്രശ്നങ്ങൾ അന്വേഷിക്കാനോ പരിഹരിക്കാനോ യാതൊരു താല്പര്യമില്ല. ഞാൻ എത്രയും പെട്ടെന്ന് എൻ്റെ കുടുംബമായി ഇവിടുന്ന് രക്ഷപ്പെടാൻ പോവുക. ഈ ശാപത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമാക്കി ബഷീർ അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങുന്നു. ഒരു ഓൾ ദ ബെസ്റ്റും വിഷ് ചെയ്തുകൊണ്ട്. കൊള്ളാം, നല്ല ബെസ്റ്റ് പോലീസ്. ടോമും മിക്കും അങ്ങനെ റിച്ചാർഡിനെ ആ ശവപ്പെട്ടിയിലാക്കി കടലിൻ്റെ അതിർത്തിയിലേക്ക് യാത്ര ചെയ്തിരിക്കുന്നു. കടലിൽ വിഡോസ് ബേയുടെ അതിർത്തി കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ട് ചില പൊങ്ങുകൾ ബോയികൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. വിക്കിൻ്റെ പദ്ധതി ഇതായിരുന്നു: ആ അതിർത്തി രേഖയ്ക്ക് തൊട്ടടുത്ത് ബോട്ട് നിർത്തുക. അതിനുശേഷം റിച്ചാർഡിനെ ഒരു ചെറിയ ഡിങ്കി ബോട്ടിലാക്കി അതിർത്തിക്ക് അപ്പുറത്തേക്ക് തള്ളിവിടുക. അങ്ങനെ റിച്ചാർഡ് പറഞ്ഞത് ശരിയാണെങ്കിൽ അതിർത്തി കടന്ന് അയാൾ മരിച്ചോളും. എന്നാൽ അങ്ങനെ യാത്ര ചെയ്ത് അവർ അതിർത്തി രേഖയ്ക്ക് അടുത്തെത്തിയപ്പോൾ വിക്കിൻ്റെ ബോട്ടിന് ചില സാങ്കേതിക തകരാറ് സംഭവിക്കാൻ തുടങ്ങി. ബോട്ട് വിചിത്രമായ രീതിയിൽ കുലുങ്ങി. വിക്ക് ഉടൻ തന്നെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാൻ വേണ്ടി താഴെയുള്ള എഞ്ചിൻ റൂമിലേക്ക് പോയി. പോകുന്നതിന് മുമ്പ് റിച്ചാർഡ് കിടക്കുന്ന ശവപ്പെട്ടി സുരക്ഷിതമായി പൂട്ടിവയ്ക്കാൻ അയാൾ ടോമിന് നിർദ്ദേശം നൽകി. എന്നാൽ ടോം ചെയ്തത് തികച്ചും വിപരീതമായ കാര്യമായിരുന്നു. അയാൾ പെട്ടിക്കടുത്തേക്ക് ചെന്നതും റിച്ചാർഡിന് അടുത്തുണ്ടെന്ന് മനസ്സിലായി തന്നെ തുറന്നുവിടാൻ പറഞ്ഞു. എന്നാൽ ലോഫ്റ്റിസ് ആദ്യമേ സമ്മതിച്ചില്ല. കാരണം വിക്ക് പറഞ്ഞതാണ് പെട്ടിയിലാക്കി തന്നെ വെക്കാനായിട്ട്. ഒടുക്കം മുന്നേ പറഞ്ഞതിൻ്റെ പേരിൽ ടോമിനും വാക്ക് കൊടുത്തതല്ലേ എന്ന തോന്നലിൽ റിച്ചാർഡിനെ ആ ശവപ്പെട്ടിയിൽ നിന്നും തുറന്നു വിട്ടു. കഴിഞ്ഞ 300 വർഷമായി ആ ഒരു ചെറിയ പെട്ടിയിൽ കിടന്ന് നിറയിച്ച ഒരു മനുഷ്യനെ വീണ്ടും അതിലടച്ചിടാൻ ടോമിൻ്റെ മനസ്സ് അനുവദിച്ചില്ല. വിചിത്രമായ കാര്യം എന്തെന്നാൽ റിച്ചാർഡിനെ പുറത്തുവിട്ടതിന് ശേഷമാണ് ടോം ഈ വിവരം എഞ്ചിൻ റൂമുള്ള വിക്കിനോട് വിളിച്ച് പറയുന്നത്. ടോം ചെയ്ത അബദ്ധം മനസ്സിലാക്കുന്നതിന് തൊട്ടുമുമ്പ് വിക്ക് തൻ്റെ ഭൂതകാലത്തിലെ വളരെ ഭീതിതമായ ഒരു ഓർമ്മ ടോമുമായി പങ്കുവയ്ക്കുന്നുണ്ട്. വിക്ക് തൻ്റെ കൗമാരപ്രായത്തിൽ അയാളുടെ കൂട്ടുകാരനായ മാർക്ക്, ജെറിയുടെ സഹോദരനാണ് മാർക്ക്. പണ്ട് വിക്കും ജെറിയും പ്രണയത്തിലായിരുന്നു പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. അവനും മറ്റു 2 സുഹൃത്തുക്കളും ചേർന്ന് ഈ ദ്വീപിലെ ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ ഉണ്ടായ ഒരു ടൈമുണ്ട്. വിക്കിനന്ന് 16 വയസ്സാണ്. അന്ന് പോസ്റ്റ് അടിച്ചിരിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഡിങ്കി ബോട്ട് സംഘടിപ്പിച്ച് കടലിലേക്ക് പോയിരുന്നു. ആ സമയത്തൊക്കെ ആളുകൾ ദുരൂഹമായി കാണാവുന്ന അവസ്ഥയായിരുന്നു ദ്വീപിൽ. അവർ കടലിൽ പോയ സമയത്ത് വെള്ളത്തിനുള്ളിൽ നിന്നും ഭീമാകാരമായ ഒരു ജീവി അവരുടെ ബോട്ടിനെ ആക്രമിച്ചു. ഒരുപക്ഷെ അതൊരു ക്രാക്കൺ, ഭീമൻ കടലാക്ഷസൻ, നീരാളിയെ പോലെ ടെൻഡക്കിൾസൊക്കെയുള്ള പോലുള്ള ജീവി ആയിരിക്കാം. ആക്രമണത്തിൽ കുട്ടികളെല്ലാവരും വെള്ളത്തിലേക്ക് വീണു. ആ രാക്ഷസൻ ഓരോരുത്തരെയും വെള്ളത്തിനടിയിലേക്ക് വലിച്ച് താഴേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. ഒടുവിൽ വിക്കിൻ്റെയും മാർക്കിൻ്റെയും മുഴമെത്തി. മാർക്കിനെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ബലി നൽകണോ അതോ മാർക്കിനെ മരണത്തിന് വിട്ടുകൊടുത്ത് സ്വന്തം ജീവൻ രക്ഷിക്കണോ എന്ന ചോദ്യത്തിന് മുന്നിൽ വിക്ക് രണ്ടാമത്തെ വഴിയാണ് തിരഞ്ഞെടുത്തത്. അയാൾ മാർക്കിനെ രക്ഷിച്ചില്ല. അന്നു മുതൽ ഈ ഒരു മരണത്തിൻ്റെ കാരണം താനാണെന്ന കുറ്റബോധം വിക്കിനെ വേട്ടയാടുന്നുണ്ട്. അതുകൊണ്ടാണ് അയാൾക്ക് കടലിനെ ഇത്രമാത്രം ഭയവും. വിക്കിൻ്റെ കഥയിൽ പറയുന്ന ആ കടൽ രാക്ഷസൻ യഥാർത്ഥത്തിലുള്ളതാണോ അതോ ആ ദ്വീപിൻ്റെ ആത്മാവ് കുട്ടികളെ ഭയപ്പെടുത്താൻ കാണിച്ച ഒരു വിദ്യ മാത്രമായിരുന്നോ എന്ന കാര്യം ഇപ്പോഴും അജ്ഞാതമാണ്. തുടർന്ന് റിച്ചാർഡിനെ തുറന്നിട്ടറിഞ്ഞ് വിക്ക് ടോമിനെ കടുത്ത ഭാഷയിൽ ശാസിക്കുന്നു. കാരണം ഇത്രയും ആവടം പിടിച്ച ഒരു സാഹചര്യത്തിൽ റിച്ചാർഡിനെ പോലെ ഒരു പ്രവചനാതീതനായ മനുഷ്യനെ പുറത്തുവിടുന്നത് ബുദ്ധിയല്ല. പക്ഷേ ഇപ്പോൾ അവനെ ഇനിയും 3ാമതൊരു തവണ ആ പിടിയിലാക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി അവർ യാത്ര തുടരുന്നു. മാത്രമല്ല ആളിപ്പോൾ ആവശ്യ നിലയിലുമല്ലേ. റിച്ചാർഡ് അങ്ങനെ ബോട്ടിനുള്ളിലിരുന്ന് അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണങ്ങളെല്ലാം എടുത്ത് ആർത്തിയോടെ കഴിക്കുകയും പാട്ടുപാടുകയും താൻ മരിക്കാൻ പോകുന്നതിന് മുമ്പ് പറയേണ്ട അവസാന വാക്കുകൾ എന്തായിരിക്കണം എന്ന് ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ താൻ മരിക്കാൻ പോകുമ്പോൾ ദൈവത്തോട് തന്നെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടാലോ എന്ന് റിച്ചാർഡ് തമാശയായി പറയുമ്പോൾ ടോമിന് അയാളുടെ ഉദ്ദേശങ്ങളിൽ സംശയം തോന്നാൻ തുടങ്ങുന്നു. എന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ എന്തുവെന്ന് വന്ന് ആ ബോട്ട് ശക്തമായി ഇടിക്കുകയും റിച്ചാർഡിനെ കൊണ്ടുപോകാൻ വെച്ചിരുന്ന ചെറിയ ഡിങ്കി ബോട്ട് കാരറ്റ് കട്ടായി കടലിലേക്ക് ഒഴുകി പോവുകയും ചെയ്യുന്നു. അപ്പോഴോ ഇതിനർത്ഥം റിച്ചാർഡിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കണമെങ്കിൽ വിക്കിൻ്റെ ഈ വലിയ ബോട്ട് തന്നെ അതിർത്തിയിലേക്ക് കടന്ന് മുന്നോട്ട് പോകണം എന്നാണ്. എന്നാൽ ഈ സമയത്ത് റിച്ചാർഡിൻ്റെ ഭാവം മാറി. അയാൾക്ക് പെട്ടെന്ന് ജീവിക്കാനുള്ള ആഗ്രഹം തിരിച്ചു വന്നു. എന്നിട്ട് ടോമും വിക്കുമായി കടുത്ത അടിപിടിയിൽ ഏർപ്പെട്ടു. ബോട്ടിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് തിരികെ ദ്വീപിലേക്ക് പോകാനായിരുന്നു അയാളുടെ ശ്രമം. ആ കയ്യാങ്കളിക്കിടയിൽ ടോമിനെ അടിച്ചിട്ട ശേഷം വിക്കുമായി കോർക്കുന്ന സമയത്ത് പുറത്തിരിക്കുന്ന ഹാർപൂൺ തോക്കെടുത്ത് വെടിവെക്കാൻ പറയുന്ന കേട്ട് ലോഫ്റ്റിസ് അതുമെടുത്ത് പരിങ്ങി നിൽക്കെ റിച്ചാർഡ് അയാളെ വീണ്ടും ചാടി വീണ് ആക്രമിക്കുന്നു. തുടർന്ന് വിക്കുമെത്തി ബലം പ്രയോഗിച്ച് ഒരു തരത്തിൽ ഭ്രാന്തനായ റിച്ചാർഡിനെ വീണ്ടും തള്ളി പെട്ടിയിലേക്ക് കയറ്റി നിൽക്കവേ പെട്ടെന്ന് ബോട്ടിലെന്തോ ഇടിക്കുന്ന പോലെ കുലുങ്ങുന്നതും വിക്ക് ബാലൻസ് തെറ്റി വീഴാൻ പോകുന്നു. ലോഫ്റ്റിസിൻ്റെ പിടി വീഴുന്നെങ്കിലും നോക്കുമ്പോഴോ ദ്വീപതിർത്തിയായ ആ പൊങ്ങിന് തൊട്ടടുത്ത് വരെ എത്തിയിരിക്കുന്നു. വിക്കിൻ്റെ നൈറ്റ് മെയറാണത്.
അന്നത്തെ ആ ദുരന്തത്തിന് ശേഷം അയാളുടെ ഏറ്റവും വലിയ പേടിയാണ് അതിർത്തി കടക്കുക എന്നത്. ഇതറിയുന്ന ലോഫ്റ്റിസ് ചെയ്യുന്നതെന്തെന്നോ, വിക്കിനെ അവിടെ ഒരു ലൈഫ് ബോയോടൊപ്പം കടലിലേക്ക് തള്ളിയിടുന്നു. അതിനുശേഷം വൈകാതെ ബോട്ട് അതിർത്തിയിലേക്ക് അപ്പുറത്തേക്ക് നീങ്ങുമ്പോഴെല്ലാം റിച്ചാർഡ് പെട്ടിയിൽ കിടന്ന് ഇടിയും ബഹളമൊക്കെയാണ്. എന്നാൽ അതിർത്തി കടന്ന നിമിഷം എന്തോ ഒരു ശബ്ദവും മുറുമുറുപ്പും. പെട്ടിക്കുള്ളിൽ അനക്കവും നിന്നു. പേടിച്ച് ലോഫ്റ്റിസ് നോക്കുമ്പോൾ കാണുന്ന ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയുണ്ട്. അതിൽ മൊത്തവും ചാരവും അസ്ഥികൂടവും. അതിർത്തി കടന്നപ്പോൾ തന്നെ റിച്ചാർഡിൻ്റെ ശരീരത്തിലെ അമൃതം നഷ്ടപ്പെടുകയും അത് വെറും അസ്ഥികൂടമായി മാറുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ റിച്ചാർഡ് പറഞ്ഞത് വാസ്തവം തന്നെ. ശാപത്തിൻ്റെ അവസാന കണ്ണിയും ഇപ്പോൾ തീർന്നിരിക്കുകയാണ്. ദൗത്യം പൂർത്തിയെങ്കിലും ടോമിന് ബോട്ട് എങ്ങനെ ഓടിക്കണമെന്ന് വശമില്ല. ടോർച്ചടിച്ച് വിക്കിനെ അലറി വിളിക്കുന്നെങ്കിലും അയാളുടെ അനക്കവുമില്ല. വിക്ക് മരിച്ചെന്ന പരിഭ്രാന്തിയിൽ രക്ഷാമാർഗമായി ഫ്ലെയർ ഗൺ വെച്ച് ഹെൽപ്പ് അറിയിക്കാൻ നേരം ഉടൻ തന്നെ വിക്ക് ജീവനോടെ ബോട്ടിലേക്ക് വലിഞ്ഞു കയറുന്നു. അങ്ങനെ ആ ദ്വീപിൻ്റെ ശാപം എന്നേക്കുമായി അവസാനിച്ചു എന്ന അങ്ങേയറ്റം സന്തോഷത്തോടെ തിരികെ വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. അവസാനിച്ചല്ലോ എല്ലാം. എന്നാൽ അവരുടെ ആ ധാരണ ശരിയാണോ? ശാപം ശരിക്കും അവസാനിച്ചോ? ഇല്ല എന്ന് വേണം കരുതാൻ. അതിൻ്റെ ഉത്തരം കിടക്കുന്നത് ഇവാൻ എന്ന കുട്ടിയുടെ പക്കലാണ്. ടോമും വിക്കും കടൽ റിച്ചാർഡുമായി പോരാടുന്ന അതേ സമയത്ത് ടോമിൻ്റെ മകനായ ഇവാൻ തൻ്റെ കൂട്ടുകാരി കെല്ലിയോടൊപ്പം സ്വന്തം വീട്ടിൽ സമയം ചെലവഴിക്കുകയായിരുന്നു. ടോമിൻ്റെ ഇരട്ടത്താപ്പുകളെക്കുറിച്ചും അയാൾ ഒളിച്ചു വയ്ക്കുന്ന രഹസ്യങ്ങളെക്കുറിച്ചും അവൾ സംസാരിച്ചങ്ങനെ ടോം എന്തെങ്കിലും ഒളിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ അതെന്താണെന്ന് കണ്ടുപിടിക്കുക തന്നെ. സോ അയാളുടെ വ്യക്തിപരമായ സാധനങ്ങൾ തിരയാൻ കെല്ലി ഇവാനോട് നിർദ്ദേശിക്കുന്നു. ഈ ഒരു സമയത്ത് അവർ ടി വിയിൽ ദ സിറ്റി ഓഫ് ദ ഡെഡ് എന്ന 1960 പഴയൊരു സിനിമ കാണുകയായിരുന്നു. ഇത് 1600കളിലെ പശ്ചാത്തലത്തിലുള്ളൊരു ഹൊറർ സിനിമയാണ്. സിനിമയെക്കുറിച്ച് നോക്കിയാൽ അതിൻ്റെ കഥ പറയുന്നതനുസരിച്ച് വൈറ്റ്വുഡ് എന്നൊരു സാങ്കല്പിക ഗ്രാമത്തിൽ 1600കളിൽ ഒരു മന്ത്രവാദിനിയെ ജീവനോടെ തീ കൊളുത്തി കൊല്ലുന്നുണ്ട്. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് അവളും അവരുടെ സഹായം ചേർന്ന് തങ്ങൾക്ക് അമൃതം ലഭിക്കുന്നതിനും ഗ്രാമത്തോടുള്ള പ്രതികാരത്തിനുമായി പിശാചിന് സ്വന്തം ആത്മാവ് പണയം വയ്ക്കുന്നു. അതിന് പകരമായി അവർ വർഷത്തിൽ 2 തവണ കന്യകുമാരായ മനുഷ്യരെ പിശാചിന് ബലി നൽകണമായിരുന്നു. ആ സിനിമയിലെ കഥാപാത്രങ്ങളുടെ പേരുകൾക്ക് നമ്മുടെ വിഡോസ് ബേയിലെ കഥാപാത്രങ്ങളുമായി വലിയൊരു സാമ്യമുണ്ട്. റിച്ചാർഡ് ബാർലോ, പട്രീഷ്യ റസൽ എന്നിങ്ങനെ. ഇതൊരു കൊച്ചി ഈസ്റ്റർ എഗ് പോലുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ, എന്താണ് നമുക്ക് നോക്കാം. അങ്ങനെ ഇപ്പോൾ കെല്ലി ടോമിൻ്റെ സാധനങ്ങൾക്കിടയിൽ നിന്നും പൂട്ടിയ നിലയിലുള്ളൊരു പെട്ടി കണ്ടെത്തുന്നു. കെല്ലി മിടിക്കുക അവളൊരു പേപ്പർ ക്ലിപ്പ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തുറക്കുവാണ്. അതിനുള്ളിൽ ടോമിൻ്റെ ഭാര്യയും ഇവാൻ്റെ അമ്മയുമായ ലോറൻ്റെ നിരവധി പഴയ ചിത്രങ്ങളുണ്ടായിരുന്നു. ലോറൻ ഒറ്റയ്ക്ക് നിൽക്കുന്നതും ഗർഭിണിയായിരിക്കുന്നതുമായ ചിത്രങ്ങൾ കണ്ടപ്പോൾ ഇവാന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എന്നാൽ തൊട്ടടുത്ത ചിത്രങ്ങൾ കണ്ടപ്പോൾ ഇവാൻ പൂർണ്ണമായി ഞെട്ടിപ്പോയി. പ്രസവത്തിന് ശേഷം ലോറൻ ഇവാനെ കയ്യിലെടുത്ത് നിൽക്കുന്ന ചിത്രവും പിന്നീട് 2-3 വയസ്സായ ഇവാനോടൊപ്പം ആൾ വീട്ടിൽ നിൽക്കുന്ന ചിത്രവുമായിരുന്നു അത്. ഇതിലെന്താ ഇത്ര പ്രശ്നമൊന്നല്ലേ? ഇവാന് ജന്മം നൽകുന്നതിനിടയിലാണ് ലോറൻ മരിച്ചതെന്നാണ് ടോം എല്ലാവരോടും പറഞ്ഞിരുന്നത്, സ്വന്തം മകനോടുൾപ്പെടെ. അവൻ അന്നത്ര കുഞ്ഞായതുകൊണ്ട് അന്നത്തെ കാര്യങ്ങളൊന്നും ഓർമ്മ കാണത്തുമില്ല. ലോറൻ പ്രസവത്തോടെ മരിച്ചതാണെങ്കിൽ ഇവാന് 3 വയസ്സാകുന്നവരെ അവൾ കൂടെയുള്ള ഈ ചിത്രങ്ങൾ എങ്ങനെ ഉണ്ടായി? ടോം തന്നോട് ഇത്രയും കാലം പറഞ്ഞത് വലിയൊരു നുണയായിരുന്നു എന്ന് ഇവാൻ തിരിച്ചറിയുന്നു. ഈ രഹസ്യം പുറത്തു കൊണ്ടുവന്നതിൽ കെല്ലിക്ക് പിന്നീട് കേൾക്കാൻ തോന്നുന്നുണ്ട്. കാരണം ഇത് ഇവാനെ മാനസികമായി തകർക്കുമെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. ഇവാൻ തൻ്റെ അമ്മയുടെ ആ ചിത്രം നോക്കി കടുത്ത ദേഷ്യത്തോടെ ഇരിക്കുമ്പോൾ തൻ്റെ അച്ഛൻ ഇത്രയും വലിയൊരു സത്യം മറച്ചു വെച്ച് കള്ളം പറഞ്ഞതിൽ അവൻ അങ്ങേയറ്റം ക്രുദ്ധനാണ്. അവനങ്ങനെ ഷോക്ക്ഡായി നിൽക്കെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് ഒരു വലിയ സൂചന നൽകിക്കൊണ്ടാണ്. നേരെ നമ്മൾ ആ ലോർഡ് ജിന്നിലേക്ക് പോവുകയാണ്. അവിടെ മാനേജറായ കുർട്ട് ഒരു അതിഥിയെ യാത്രയാക്കുന്നത് കാണാം. അതും വലിയ സന്തോഷത്തോടെ ഒന്നുമല്ല, കുർട്ടിൻ്റെ കുരുട്ട് സ്വഭാവം കൊണ്ട് ഉടക്കി പോവുകയാണ്. ആ സമയത്ത് ക്യാമറ പതുക്കെ അവിടുത്തെ ചുമലുള്ള ആ പഴയ പെയിൻറ്റിങ്ങിലേക്ക്, മുന്നൊരിക്കൽ ലോഫ്റ്റിസ് നോക്കി നിന്ന ആ പെയിൻറ്റിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ്. ആ പെയിൻറ്റിങ്ങിൽ ഒരു കൊച്ചു കുട്ടിയുടെ ചിത്രമുണ്ട്. 6ാം എപ്പിസോഡിൻ്റെ അവസാനം നമ്മൾ കണ്ട ഓർമ്മയുണ്ടെങ്കിൽ ഈ പെയിൻറ്റിങ്ങിന് പ്രാധാന്യം മനസ്സിലാവും. സാറ റിച്ചാർഡിൻ്റെ കുട്ടികളുമായി ദ്വീപിൽ നിന്ന് രക്ഷപ്പെടുന്ന രംഗമാണ് ആ പെയിൻറ്റിങ്ങിലുള്ളത്. അന്ന് റിച്ചാർഡിനെ മണ്ണിൽ മൂടുന്ന സമയത്ത് ആൾ പറഞ്ഞിരുന്നത് സാറയും ഗ്രാമീണനും ചേർന്ന് തൻ്റെ കുട്ടികളെ മരണത്തിലേക്ക് തള്ളിവിടുകയാണെന്നാണ്. കാരണം അതിർത്തി കടന്നാൽ അവർ മരിക്കും. സാറയും കുട്ടികളും അന്നുണ്ടായ വലിയ കൊടുങ്കാട്ടിൽപ്പെട്ട് കടലിൽ മരിച്ചുപോയി എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ ആ പെയിൻറ്റിങ് കൃത്യമാണെങ്കിൽ റിച്ചാർഡിൻ്റെ കുട്ടികളിൽ ഒരാൾ എങ്ങനെയോ രക്ഷപ്പെട്ട് തിരികെ ദ്വീപിലെത്തിയിട്ടുണ്ട്. ആ കുട്ടി ആരുമായിരിക്കാം. ഒരുപക്ഷെ നമ്മളാ കണ്ട ഫ്രാൻസിസ് ആയിരിക്കാം. അവൾ പിൽക്കാലത്ത് വിവാഹം കഴിക്കുകയും കുട്ടികളുണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം റിച്ചാർഡിൻ്റെ വംശപരമ്പര നശിച്ചിട്ടില്ല എന്നാണ്. ഓ മൈ കടവുളെ! ലോറൻ പ്രസവത്തിന് ശേഷം ജീവിച്ചിരുന്നു എന്ന കണ്ടെത്തലും ഈ പെയിൻറ്റിങ്ങിലെ രഹസ്യം കൂട്ടി വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം അനുമാനിക്കാം. ലോറൻ ഒരുപക്ഷെ റിച്ചാർഡിനെയും ഫ്രാൻസിസിൻ്റെ വംശത്തിൽ ജനിച്ച മകളായിരിക്കാം. അല്ലെങ്കിൽ ലോറനെ ഗർഭിണിയാക്കിയാൽ ആ വംശത്തിലുള്ളതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവാൻ യഥാർത്ഥത്തിൽ റിച്ചാർഡിൻ്റെ നേരിട്ടുള്ള പിൻഗാമി തന്നെയാണ്. റിച്ചാർഡ് മുന്നേ ഒരിക്കൽ പറഞ്ഞു ഓർക്കുക, അയാളുടെ ചോരയുള്ള അവസാനത്തെ ആളെ മരിച്ചാൽ മാത്രമേ ഈ ദ്വീപിൻ്റെ ശവം അവസാനിക്കൂ. അങ്ങനെയെങ്കിൽ വിഡോസ് ബേയിലെ ശാപം പൂർണ്ണമായും മാറണമെങ്കിൽ ഇവാൻ മരണപ്പെടേണ്ടി വരും.
ഇനി ഒരു പക്ഷേ ലോറൻ മരിക്കാതെ ഈ ദ്വീപിൽ എവിടെയെങ്കിലും രഹസ്യമായി ജീവിക്കുന്നുണ്ടെങ്കിൽ അവളും മരിക്കേണ്ടി വരും. ഇതൊക്കെ സത്യമാണെങ്കിൽ ദ്വീപിലെ ജനങ്ങൾ തങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഇവാനെ കൊല്ലാൻ മടിക്കില്ല. എന്നാൽ സ്വന്തം മകനെ രക്ഷിക്കാൻ ടോമിന് എന്താണ് ചെയ്യാൻ പോകുന്നത്? അയാളുടെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ തീരുമാനമായിരിക്കും. ലോഫ്റ്റിസും ഇവാനും തമ്മിൽ ഈ രഹസ്യത്തിൻ്റെ പേരിൽ പരസ്പരം തകരുന്ന കാഴ്ച കാണേണ്ടി വരുമോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇതിലൊരു ആശ്വാസമുള്ളത് ഈ വംശപരമ്പര നശിച്ചാലേ ശാപം മാറൂ എന്ന തിയറി റിച്ചാർഡിൻ്റെ സ്വന്തം അനുമാനം മാത്രമാണ് എന്നതാണ്. അത് 100% കൃത്യമാകണമെന്നില്ല. ടോമും പട്രീഷ്യയും വിക്കും ജെറിയും ചേർന്ന് ഇവാൻ്റെയോ ലോറൻ്റെയോ ജീവൻ നൽകാതെ ഈ ശാപം മാറ്റാനുള്ള മറ്റു വഴി കണ്ടെത്തുകയാണെങ്കിൽ അത് മാത്രമായിരിക്കും ഈ കഥയിലെ ഒരു പ്രതീക്ഷ. അപ്പോൾ പട്രീഷ്യ അവളുടെ ഒരു ഊക്കൻ എപ്പിസോഡ് നമ്മൾ മുന്നേ കണ്ടിരുന്നു. ഇനിയുണ്ട്. പുതിയ ത്രസിപ്പിക്കും പട്രീഷ്യ സംഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ലവ്ലീസ്, ടേക്ക് കെയർ ആൻഡ് എൻജോയ്.